സ്വാഗതം. കുഞ്ഞുപാ, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേ? ഗൈസ്, കുഞ്ഞപ്പൻ പറഞ്ഞത് മോൺസ്റ്റർ ട്രക്ക് അൺബോക്സിംഗ് എന്നാണ് കേട്ടോ. കുഞ്ഞപ്പന്റെ RC കാർ, അവൻ ഈ RC കാറിന് മോൺസ്റ്റർ ട്രക്ക് എന്നാ പറയണം. അപ്പൊ അത് നമ്മൾ അന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോവാണ്. കുഞ്ഞ് ഇത് എവിടുന്നാ വാങ്ങിച്ചേ? അതെ ഗൈസ്, ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചതാണ് നമ്മളിത്. അപ്പൊ അവിടെ ഒരുപാട് ടോയ്സിന്റെ ഓഫർ കണ്ടു. അപ്പൊ കുഞ്ഞപ്പന് ഇഷ്ടപ്പെട്ടിട്ട് ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. സോഫ്റ്റ് ടോയ്സ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു RC കാർ വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളത്തെ കുഞ്ഞപ്പന്റെ ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു റിമോട്ട് കൺട്രോളർ വരുന്നുണ്ട്. 3.7 വോൾട്ട് ബാറ്ററി ആണ്. 4x4 വീൽ ഡ്രൈവ്, 4 വീൽസ് കൊണ്ട് 4 കറങ്ങും ഗൈസ്. നമ്മള് ബ്ലൂ ആണ് ഗൈസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കുഞ്ഞപ്പന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണല്ലേ പറഞ്ഞ ഗൈസ്. അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ബാ കുഞ്ഞെ, തുറന്നു നോക്കിയാലോ. അയ്യോടാ, ഇവിടെ മറ്റേ ഇത് കൊണ്ട് ഒട്ടിച്ച് വെച്ച് ഇത് പൊളിക്കട്ടെ. ഇവിടെ മറ്റേ സെല്ലോ ടേപ്പ് കൊണ്ട് അവർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണേ. അപ്പൊ അതേ നമ്മുടെ കാർ ഇതാണ്. അതിന്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതേ ഒരു റിമോട്ട് കൺട്രോളർ ഉണ്ട് കേട്ടോ. എന്നാ പിടിച്ചു. പിന്നെ അതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉള്ളൊരു മാനുവൽ ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ബാറ്ററി ചാർജിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ കൂടെ ഇത് ചാർജ് ചെയ്യുന്ന കേബിൾ ആണ് കേട്ടോ. കൂടെ ഇതേ ബാറ്ററി ഉണ്ട്. ഇത് കാറിൽ ഇടുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററിയാണ് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ റിമോട്ട് കൺട്രോളിൽ ഇരുന്ന 2 ബാറ്ററി ഉണ്ട്. അത് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാം. അത് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടില്ല, അത് നമ്മൾ വാങ്ങിക്കണം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ കാറിന്റെ ലുക്ക് നോക്കിക്കേ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. RC കാർ ഇത് 2-3 കളറിലുണ്ടായിരുന്നു. കുഞ്ഞുപണി പുറകിൽ ഇതിന്റെ മുകളിൽ ഒരു വീലൊക്കെ 4 വീലുണ്ട്. 1 2 3 4. അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു വീലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് ഒരു വീലൊക്കെ ഉണ്ട്. സൂപ്പർ പവേഴ്സ് 4x4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 4 വീലും കറങ്ങും കേട്ടോ. അതുപോലെ ഈ ഫ്രണ്ടിലത്തെ 2 വീല് മാത്രമേ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കുക, ഒരു റെഡ് കളറിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ ഒരു കുഞ്ഞ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അഴിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ ഉള്ളിൽ ബാറ്ററി ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പൊ സ്ക്രൂ അഴിക്കട്ടെ. ഒരു കുഞ്ഞു സ്ക്രൂ ആണ്. ഇത് താഴെ പോയാൽ പണിയാണ്, കണ്ടുപിടിക്കാൻ പണിയാണ്. കുഞ്ഞു സ്ക്രൂ. അപ്പൊ ഗൈസ്, ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാമേ ഇതിന്റെ അകത്ത് എങ്ങനെയാണെന്ന്. അതെ, അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കയ്യിലേക്ക് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി എന്തെങ്കിലുണ്ട്. നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ. കാണിച്ചു തരാമേ. സിമ്പിൾ ആണ്. ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ മാത്രം മതി. അപ്പൊ ഇത് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ. അപ്പൊ ബാറ്ററി നമ്മൾ ഇതിലേക്ക് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ചുരുട്ടി വെച്ചിട്ട് ഇതിന്റെ ഈ ഒരു കവർ വെച്ചിട്ട് ഇത് മൂടി വെക്കാം. സിമ്പിൾ ആണ് ഗൈസ്. അപ്പൊ നമ്മൾ മൂടി കഴിഞ്ഞു. ഇനി ഈ സ്ക്രൂ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. സ്ക്രൂ ഇടണം, അല്ലെങ്കിൽ അത് ഊരിപ്പോരും കേട്ടോ. അപ്പൊ സ്ക്രൂ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ലോണം സ്ക്രൂ ടൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈ റെഡ് സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അടുത്ത റിമോട്ട് കൺട്രോളർ ആണ് കേട്ടോ. അത് നമുക്ക് നമ്മുടെ റിമോട്ടൊക്കെ സാധാരണ മൂടി ഊരില്ലേ, അതുപോലെ നമ്മൾ ഇത് ഊരി കൊടുത്തിട്ടുണ്ട്. 2 ബാറ്ററി ഉണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അയ്യോ, ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഏതാണോ നോക്കട്ടെ. അപ്പൊ മൂടി കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും ഒരു റെഡ് സ്വിച്ച് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഫ്രണ്ടില് ഓണോ ഓഫ് ഉണ്ട് റിമോട്ട് കൺട്രോളറിന് ഗൈസ്. അപ്പൊ ഈ റിമോട്ട് കൺട്രോളർ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ പിടിക്കേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് മറ്റേ നമ്മൾ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ ഇങ്ങനെ കളിക്കൂലേ, അതുപോലെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ അച്ഛൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇങ്ങനെയാണ് ഇത് പിടിക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു ആക്സിലേറ്ററിന്റെ ഇടയിലേക്ക് ഈ ഒരു വിരലിട്ട് കൊടുക്കുക. വിരലിട്ടിട്ട് നോക്കാം. 4 വീലും കറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? 4 വീൽസും നല്ലോണം കറങ്ങുന്നുണ്ട്. ഇവിടെ പ്രസ് ചെയ്യുമ്പോ ഫ്രണ്ടിലേക്ക്, ഇവിടെ പ്രസ് ചെയ്യുമ്പോ ബാക്കിലേക്ക്. അപ്പൊ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് വീൽസിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഈ ആക്സിലേറ്റർ ഉപയോഗിച്ച്. അടുത്തത് ഇതിന്റെ ഈ ഫ്രണ്ടിലത്തെ സംഭവം വെച്ചിട്ട് ഈ വീൽസ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നത് കാണിച്ചു തരാമേ. ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോയി, റൈറ്റിലോട്ട് പോയി, ലെഫ്റ്റ് റൈറ്റ്. ഗൈസ്, നമ്മുടെ ഈ ഒരു RC കാറിന് 2499, അതായത് 2500 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ആ ബോക്സിൽ അതാണ് MRP കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓഫർ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലുലുമാളിൽ ഒരു ഓഫറിൽ നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് നമുക്കിത് 1249 രൂപയ്ക്ക് കിട്ടി. 50%, 50% ഓഫ് ഉണ്ടായിരുന്നു. അങ്ങനെ 1249 രൂപയുടെ സാധനമാണ് കേട്ടോ. ഇത് അടിപൊളി ക്വാളിറ്റി ആണ്. അപ്പൊ കുഞ്ഞപ്പന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വാങ്ങിക്കണമെന്ന്. അപ്പൊ നമുക്കിതൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇനി നമ്മുടെ മെറ്റൽ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് മെറ്റൽ ഇട്ടിട്ടുണ്ട്. ആ മെറ്റലിന്റെ മുകളിൽ കൂടിയൊക്കെ നിങ്ങളൊന്ന് ഓടിച്ച് കാണിച്ചു തരാവേ.
കൂടാതെ എല്ലായിടത്തും കൂടി ഓടും കേട്ടോ. നല്ല അടിപൊളി കാറാണ്. അപ്പൊ നിങ്ങളും ഇഷ്ടപ്പെടുമെങ്കിൽ ഇത് വാങ്ങിക്കണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.